ഹായ് ഫ്രണ്ട്സ്, പൊന്നാനിപ്പാട് പുതിയ വീട്ടിലേക്ക് അവർക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും നമ്മൾ മൂസ സ്പെഷ്യലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പുതിയ അപ്ഡേഷനും കാര്യങ്ങളും തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇപ്പം വീണ്ടും ഈ സീസണിൽ പറപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് കുറച്ച് പ്രാവുകളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ ഇഗ്വാന എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. അതോടെ പിന്നെ ആ വീടിനെന്താ പറയുക, ആമസോൺ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു പച്ച കളറായിട്ടുള്ള തത്ത, ആ തത്തുണ്ട്. പിന്നെ ഒരുപാട് കോക്ടെയിൽ, പിന്നെ ഒരുപാട് പ്രാവും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ മൂസ സ്പെഷ്യലൊക്കെ ഓക്കെ. അപ്പോൾ കോൺടാക്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. നേരെ വീഡിയോയിലോട്ട് പോകാം. കയറി വന്നാൽ തന്നെ കാണാം ഫുള്ള് അതിൻ്റെ തീറ്റകളും കാര്യങ്ങളൊക്കെ. നമുക്ക് നേരെ പ്രാവിൻ്റെ സെക്ഷനിലോട്ട് തന്നെ ഫസ്റ്റ് പോകട്ടോ. ഇതിലിപ്പോൾ അതാ ഒരു സെറ്റ് പ്രാവ് തിരിക്കുന്നത്. നല്ല കാലൊക്കെ പ്രാവ് കേട്ടോ, ഡബിൾ കണ്ണ്. ഓക്കെ, ഡബിൾ കണ്ണ് പ്രാവ് തിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ കാലക്കം പ്രാവത പോലെ. ഇത് ഒരു ചെമ്പൻ ഉണ്ട് കണ്ട, ഇതിൻ്റെ കണ്ണന്നെ കണ്ട, നല്ല കാലക്കം പ്രാവ് കേട്ടോ. നമ്മുടെ പേര് അതിൻ്റെ സ്പെഷ്യൽ പ്രൈസിൽ തരും കേട്ടോ. ഈ ജോഡി നല്ല കലക്കം ജോഡിയാണ് കേട്ടോ. അതേപോലെ വന്നു കഴിഞ്ഞാൽ മൈനനുണ്ട്. പിന്നെ നമുക്ക് ആദ്യം പ്രാവിനെ കാണിക്കാം, എന്നിട്ട് നമുക്ക് മറ്റുള്ളിലോട്ട് പോകാം. അതിനകത്ത് കുറച്ച് പ്രാവുകൾ ഇരിക്കുന്നുണ്ട്. അതായത് മൂക്കാൻ കണ്ട. ഓക്കെ, പിന്നെ ഇതിൻ്റെ അകത്ത് നല്ലൊരു സദ്യത ഇരിക്കുന്നു. അപ്പോൾ നിങ്ങൾ വീണ്ടും ഇപ്പോൾ സീസണായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെന്നുള്ളവർക്ക് മൂസ സ്പെഷ്യലോട്ട് വന്നാൽ മതി കേട്ടോ. ഇതൊക്കെ നല്ലൊരു പ്രാവ് ധരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഷാമ്പൊക്കെ രണ്ടെണ്ണം. ഇതിൻ്റെ അകത്ത് മറ്റേ മുഖി, അതാണല്ലേ ആ സാധനമല്ലേ. ഇതിൻ്റെ അകത്ത് കുറച്ച് പ്രാവുകൾ ഇതാ കുഞ്ഞന്മാരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഒരുപാട് കാണാം കുഞ്ഞവനൊക്കെ ധരിക്കുന്നത്. നല്ല പ്രാവുകളാണ് കേട്ടോ എല്ലാം. അതേപോലെ കൊണ്ടുവന്നിട്ടുള്ള പ്രാവുകളാണ്. കുറേ കുഞ്ഞന്മാർ കേട്ടോ, കാലക്കം കുഞ്ഞന്മാർ. ചീപ്പ് റേറ്റ് കിട്ടും. ചീപ്പ് റേറ്റ് കുഞ്ഞന്മാരെ വേണമെന്നുണ്ടെങ്കിൽ നോക്കിക്കോ. ക്വാളിറ്റി ഇങ്ങനെ കണ്ട ക്വാളിറ്റി തന്നെ ഉള്ളൂ കേട്ടോ. എനിക്ക് കറക്റ്റായിട്ട് ഞാനിത് നമ്മൾ ആരെ പ്രാവാന്നൊന്നും നമുക്ക് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളങ്ങനെ ക്വാളിറ്റി പറയില്ല. നിങ്ങൾക്ക് എന്നാലും കുഴപ്പമുണ്ടാവില്ല. കൈത്തീറ്റ കൊടുത്ത് വളർത്തിയ പ്രാവുന്നുണ്ട്. കൈമക്ക് വരുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അകത്ത് നോക്കൂ. അപ്പോൾ ഇത് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തും കുറച്ച് കുഞ്ഞന്മാരും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് നാടൻ പ്രാവാണ്. ഇത് ഫുള്ള് അല്ല, ഇതിൻ്റെ അകത്തും കുറച്ച് പ്രാവുകളുണ്ട്. ഇതങ്ങനെ കാണാം. ഇതിൻ്റെ അകത്ത് പ്രാവുകളുണ്ട് കേട്ടോ. ഇവിടെ ഏതാ കുറച്ച് പ്രാവുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ. സുറുമപ്പുള്ളി ഉണ്ട്. സുറുമപ്പുള്ളി, ചപ്പ്, ഒരു വെള്ളക്കാണ്. ഇതൊക്കെയാണ് ഇപ്പോൾ മൂസൻ്റെ അവിടെ ഉള്ള കറൻ്റ് സ്റ്റോക്കുള്ളത്. ഇത് നല്ല പ്രാവം തോന്നറ, വെള്ളക്കണ്ണുണ്ട. ഓക്കെ, ഇതിനെ നോക്കിക്കഴിഞ്ഞാൽ കോഴികളുണ്ടാവും. പിന്നെ വരുന്നത് താറാവുകൾ. ഓക്കെ, താറാവുകളുണ്ട്. ഇവിടെ ഫാൻസി കോഴികളുണ്ട്. ഇതായിരിക്കുന്നത് മറ്റേ കൊത്ത കൊത്ത കോഴികൾ. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ മുയലുണ്ടാവും. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ പൂച്ച. ഒരു കിട്ടിയിരിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് തുറന്നു നോക്കാം. ഡബിൾ കോട്ടായിട്ട് വരുന്നില്ല, കിട്ടിയിരിക്കുന്നത് ഒരെണ്ണം കേട്ടോ. എന്താ ചാടി വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ്. ഇനിയിപ്പോൾ കിളികൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആമസോണിനായിട്ടുള്ള കിളി തട്ടിയിരിക്കുന്നു. അതൊക്കെ എന്ത് റേറ്റ് വരുന്നുണ്ടടാ ഈ ആമസോൺ തന്നെ ചിക്കൻ ഇതൊക്കെ? പ്രൈസ് മൂസ് ഇവിടെ ഇല്ല, ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ല. എന്നുണ്ടെങ്കിൽ ആ പ്രൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരുന്നു കേട്ടോ. നല്ല ഭംഗിയായിട്ട് കാണാനല്ലേ. ഇത് ഡോവ് കേട്ടോ. ഡോവ് ബേർഡ്സ് ധരിക്കുന്നു ഇവിടെ. ഒരു പീക്കോക്ക്, കോക്ടെയിൽ. പീക്കോക്ക് എന്നല്ല കേട്ടോ, സോറി, മൈ മിസ്റ്റേക്ക്. കോക്ടെയിലാണ്. ഓക്കെ, മുതലേ പോലെ വലുതാവും അത്. ഇത് വളർത്തുന്നത് തന്നെയാണ്.
തന്നെ നൈസ് കേട്ടോ. സസ്യ ബുക്കാണോ അപ്പോൾ അത്? സസ്യ ബുക്കാണോ അത്? ഇത് കയ്യമ്മക്കൊക്കെ വരുമോ? കടിക്കത് പാലറ്റ് അടിക്കല് ഓക്കെ. ഇത് ഇഗ്വാന എന്നുള്ള സാധനം. ഇത് എന്താ റേറ്റ് എന്നറിയോ ഇതിനാ? ശരി. പിന്നെ കൂടുതൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടോ അവന്? തൊട്ടപ്പുറത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ അവിടെ തന്നെ കണ്ട മീനുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്തേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. കുറേ കാലമായിട്ട് പറയുന്നൊരു സംഭവമാണ്. ഇവിടെ ഉഷാറാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൽ വേണ്ട ക്യാറ്റ് ഫുഡ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അതേപോലെ ഡോഗ് ഫുഡ്, അതേപോലെ മറ്റേ മീനുകൾക്ക് വേണ്ടിയിട്ടുള്ള ലവ് ബേർഡ്സിൻ്റെ കിറ്റ്, മെഡിസിൻസ് കാര്യങ്ങൾ, ഒരുവിധം എല്ലാ സാധനങ്ങളും ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മീനുകളൊക്കെ ലോഡ് ഇറക്കി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സെറ്റപ്പ് കുറേ കാലമായിട്ട് പറയുന്നതാണ് അവരോട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണെന്ന് ബോധുദിച്ചെന്ന് തോന്നുന്നുണ്ട്. ഇനി അതേപോലെ അടുത്തും ഡോറുണ്ട് അല്ലേ? ഇതേപോലെ ഇനി സൂൺ പതിയെ പതിയെ ഓരോന്ന് സെറ്റാക്കിയിട്ട് വരും കേട്ടോ. ഓക്കെ. അതേതാടാ മീൻ? കണ്ണനാണോ ആ ഒരു കയറ്റടിയിൽ? എന്തായാലും സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. മീനുകളും കൂടെ ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയാൽ എന്തായാലും സന്തോഷം. ഇപ്പോൾ കുറേ ഫുഡ് കാര്യങ്ങളൊക്കെ എല്ലാം ഫുള്ള് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് മൂസാസ് പെറ്റ്സ് കേട്ടോ. ഇത് വേണ്ട ഇവിടെ ലവ് ബേർഡ്സിന് വേണ്ടിയിട്ടുള്ള കേജ് കാര്യങ്ങൾ എല്ലാം ഉണ്ട്. ഓക്കെ. കസ്റ്റമേഴ്സിന് കുഴപ്പമില്ല, എല്ലാവരും ഉണ്ട്. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ ഞാൻ പിൻ ചെയ്തേക്കാം, മൂസാസ് പെറ്റ് ഷോപ്പ്. ഓക്കെ. അപ്പോൾ വേണ്ടവർ വന്നാൽ മതി. മൂസ ഇല്ലാന്നുണ്ടെങ്കിൽ മൂസയോട് തന്നെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയായിരുന്നു. അപ്പോൾ ഇതന്നെ കേട്ടോ. നേരെ നമ്മൾ പൊന്നാനി 70 കൃഷിഭവൻ്റെ നേരെ മുമ്പിലുള്ള ഷോപ്പ് കേട്ടോ. നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ. ഓക്കെ.